47 വർഷമായി തുടരുന്ന ഈ ഭരണകൂടം, ഇറാനിൽ തുടരുന്ന അമേരിക്ക വിരുദ്ധ, ഇസ്രായേൽ വിരുദ്ധ ഭരണകൂടം, അതിന്റെ പ്രധാന മുദ്രാവാക്യം ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നാണ്. സ്വാഭാവികമായി ഈ മുദ്രാവാക്യം നിരന്തരമായി മുഴങ്ങുമ്പോൾ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി പാരഡൈമിൽ ഇറാനിൽ നിന്ന് വരുന്ന ഭീഷണി വളരെ ഗൗരവത്തോടെയാണ് എക്കാലത്തും കണ്ടിരുന്നത്. ഇസ്രായേൽ ഇറാനെ ആത്യന്തികമായി അറബ് രാജ്യങ്ങൾ ശത്രുതാപരമായ നിലപാടെടുക്കില്ല എന്ന് ഇസ്രായേലിനറിയാം. അത് മാത്രമല്ല, അമേരിക്കയുടെ കൂടെ സഹായത്തോടുകൂടി, അബ്രഹാമിക കരാറുകളുടെ സഹായത്തോടുകൂടി അറബ് മേഖലയെ ഒന്നാകെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇസ്രായേൽ അനുകൂലമെന്ന് പറയാനാവില്ല. എങ്കിലും പലസ്തീൻ കോസൊക്കെ നിലനിൽക്കുമ്പോൾ പോലും അവരെ മറുപക്ഷത്തെത്തിച്ച് നിർത്താതിരിക്കാൻ ഇസ്രായേൽ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട് നയതന്ത്രപരമായി. പക്ഷേ ഇറാന്റെ ജനിതക ഘടന അങ്ങനെയല്ല. ഇറാന്റെ പൊളിറ്റിക്കൽ DNA 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം വല്ലാതെ മാറിയിരിക്കുന്നു. അമേരിക്ക വിരുദ്ധതയിൽ അധിഷ്ഠിതമായ ഒരു ക്രമം, IRGC നൽകുന്ന ഒരു ക്രമം, ആഭ്യന്തരമായ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ ഏജൻസിയാണെങ്കിലും ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഓഫ് മസിൽ ഈസ് ഗിവൺ to all systems. അത് ഇക്കണോമിക് സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം, കൾച്ചറൽ സിസ്റ്റം, റിലിജിയസ് ഹൈറാർക്കി, ഇതിനെല്ലാം പിന്നിലെ ഒരു വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന കാവൽ നായ എന്ന രീതിയിലാണ് IRGC, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് പ്രവർത്തിച്ചത്. ഈ സംവിധാനം നിലനിർത്തിക്കൊണ്ട് ഏത് കരാറിൽ ഉൾപ്പെട്ടാലും നാളെ അത് തിരിച്ചടിക്കും എന്ന ഒരു ബോധ്യം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉള്ളത് കൊണ്ട് ഒരു റെജീം ചേഞ്ച് ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ അജണ്ടയിൽ റെജീം ചേഞ്ച് ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ നടത്തിയെടുക്കാൻ സാധിക്കുമായിരുന്നു, ഒരു പക്ഷേ കുറച്ചുകൂടെ പുഷ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം റെജീം ചേഞ്ചാണ്. അങ്ങനെ ഒരു ഡിസ്റ്റോർഷൻ ഗെയിമിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ആത്യന്തികമായ ഒരു റെജീം ചേഞ്ച് സാധിക്കണമെങ്കിൽ ഇതാ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു സൂചന നൽകുന്നു. Tehran will not be the same after 4 days. അതായത് 100 hours from now നിരന്തരമായ റിലൻറ്റ്ലെസ് പ്രഷർ അപ്പോൺ ദ ക്യാപിറ്റൽ സിറ്റി ടെഹ്റാൻ. അങ്ങനെ ടെഹ്റാൻ മുട്ടുമടക്കും. ഇറാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ആക്രമണ വിധേയമാകും. ഇറാന് കീഴടങ്ങാത്ത നിവൃത്തിയില്ല. ഒരു ഭരണമാറ്റത്തിലൂടെ അല്ലാതെ ഈ യുദ്ധം നിൽക്കില്ല എന്ന ഏർലി സൂചന നൽകിയത് അതാണ്. അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതെന്നാണ് ശ്രീ